നമ്മുടെ വിഷയം അതല്ല, പക്ഷെ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ഈ ദിവസങ്ങളിൽ വന്ന ഫോണുകളിൽ ധാരാളം ഫോണുകൾ ആ വിഷയത്തെ ചൊല്ലിയായിരുന്നു. കേരളത്തിൽ നിന്നിട്ടും ഇന്ത്യയിൽ നിന്നിട്ടുമാണ് അധിക ഫോണുകൾ ഈ വിഷയത്തെ ചൊല്ലി വന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ ബഹുഭൂരിപക്ഷം ആ ദിവസത്തെ പ്രത്യേക പേരും പറഞ്ഞ് ബറാഅത്ത് രാത്രി എന്ന പേര് പറഞ്ഞ് ഒരു വരാത്ത് രാത്രി ആഘോഷിച്ചതായിട്ട് അറിഞ്ഞു. അതിനെ കുറിച്ച് പറയേണ്ടി വന്നു എന്ന് സഹീഹായ ഹദീസിൽ അങ്ങനെയുള്ള ഒരു രാത്രിയോ അങ്ങനെയുള്ള ദിവസമോ ഇല്ല. റസൂലുള്ളാഹി ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. പക്ഷേ 15-ന് പ്രത്യേകമായി ആദരിച്ചുകൊണ്ട് ഒരു പ്രത്യേക അമലോ നോമ്പ് പിടിച്ചതായിട്ട് അറിയുകയില്ല എന്നതാണ് പള്ളി ദർസുകളിലൂടെ മുസ്ലിയാരായിട്ട് പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞാനടക്കമുള്ള സർവ്വ മുസ്ലിയാമാരും പഠിച്ചത്. അത് തന്നെയാണ് പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നത്. ാവട്ടെ ജമുൽ ജവാമിലാവട്ടെ അല്ലെങ്കിൽ 10 കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 12 കിതാബുകളിലാവട്ടെ, അവിടെ എന്നും റജബ് മാസം 27 നോമ്പോ 15 ശഅബാൻ നോമ്പോ സുന്നത്ത് നോമ്പിന്റെ കൂട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസങ്ങളിൽ പെട്ടതാണ് റജബ് മാസം. ആ ആദരണീയത എന്താണ്? ആ മാസത്തിൽ യുദ്ധം ശത്രുക്കളുമായിട്ട് നാം ആരംഭിക്കാൻ പാടില്ല. തെറ്റുകൾ ചെയ്താൽ 10 മടങ്ങ് ശിക്ഷയും ലഭിക്കുമെന്ന അർത്ഥത്തിലൂടെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ 4 മാസം അല്ലാതെ ഈ 12 മാസങ്ങളുടെ നേതാവായിട്ട് ഒരു മാസത്തെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഉമ്മത്ത് മുഹമ്മദ് നൽകി. അതാണ് നിങ്ങൾ കേട്ട ആയത്ത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതിനല്ല ആദരിച്ചത് തന്നെ നാമുമായി ടച്ചായി ആ മാസം എന്നു നിൽക്കണം, ഒരു റമദാനിൽ മാത്രമല്ല എന്ന് അല്ലാഹുവിന്റെ തീരുമാനമുള്ളത് കൊണ്ട് ആ മാസത്തിൽ എന്ത് ചെയ്തു? ആ മാസത്തിൽ നമ്മുടെ ജീവിതം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയിട്ടാണ് നടത്തേണ്ടത്? ദിനം 24 മണിക്കൂർ നാം നടത്തേണ്ടത് 360 ദിവസം നടത്തേണ്ടത് ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയിട്ടാണോ ആ ഗ്രന്ഥമായി ടച്ചുള്ളതാക്കി മാറ്റി. എന്തിനെ? വിശുദ്ധ റമദാനിനെ. അതുകൊണ്ട് വിശുദ്ധ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കാൻ വേണ്ടിയുള്ളതായ മാസമാക്കി സെലക്ട് ചെയ്തു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ശഹ്റു റമദാൻ. എന്താണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത? ആ മാസത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതായ ജീവിത രീതി പഠിപ്പിക്കുന്ന, പരലോക മോക്ഷം പഠിപ്പിക്കുന്ന, ഇഹത്തിൽ പരത്തിൽ വിജയികളായി മാറാനുള്ളതായ മാനദണ്ഡങ്ങൾ മാധ്യമങ്ങൾ പഠിപ്പിക്കുന്ന ആ ഗ്രന്ഥത്തെ ഞാൻ ഇറക്കിയത് ഈ മാസത്തിലാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞു. ആ മാസത്തിൽ മാത്രമല്ല, ആ മാസത്തിൽ ഒരു രാത്രിയിലാണ്. ആ രാത്രിയിൽ എന്ന് മാത്രമല്ല, ആ രാത്രി അതിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പ്രത്യേകത ലഭിക്കുന്നതായ ഒരു രാത്രി അതിനുണ്ട്. അങ്ങനെയുള്ള മാസവും അങ്ങനെയുള്ള ദിവസവും അങ്ങനെയുള്ളതായ ഒരു സീസണുമാക്കി മാറ്റി ആ മാസത്തെ. അങ്ങനെയുള്ളതായ മാസത്തെയാണ് നാം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സ്വീകരിക്കാൻ പോകുന്നത്. അതിന് സ്വാഗതം എന്ന് പറയുമ്പോൾ, അതിന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്? അത് നമുക്ക് വേണ്ടി, നിങ്ങൾ കേട്ടതുപോലെ ഇതുവരെ നമുക്ക് വേണ്ടി നമ്മെ മറ്റു ഉമ്മകളെക്കാൾ ആദരിച്ചുകൊണ്ട് അവരെക്കാൾ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ നാം ആയിരിക്കണം. നബിമാര് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ഫസ്റ്റ് ട്രിപ്പ് മുഹമ്മദിന്റെ ഉമ്മത്തുകളായിരിക്കണം. അത് എന്തിലൂടെയാണ്? ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൂടെ, മാസങ്ങളിലൂടെ മറ്റുള്ളവർ ചെയ്യാത്ത സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന അമലുകൾ ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റൂല. നല്ല ബിസിനസ്സാണ്, നല്ല ബിസിനസ്സാണ്. ആലോചിച്ച് നോക്കൂ, ഈ അറസ്റ്റിലുള്ളതായ നേതാവ് അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വിച്ചുമാ മസ്ജിദ് ഇമാമ് പ്രഖ്യാപിച്ചു, നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയാൽ 10 റിയാൽ. എന്തായിരിക്കും സ്ഥിതി? പള്ളിയിൽ സ്ഥലം ഉണ്ടാവും? പള്ളിയിൽ സ്ഥലം ഉണ്ടാകാൻ സ്വീകരിക്കാം എന്ന് മാത്രമല്ല, ആരെങ്കിലും മറ്റവരുടെ വിവരം അറിയിച്ചിട്ടില്ലെങ്കിൽ 4 ചീത്ത, എടാ നീ മാത്രം 10 റിയാൽ ശേഖരിക്കാനോ, എന്നെ വിളിക്കാതെ എന്താടാന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. എന്താണ്? 10 റിയാലിന്റെ വില അറിഞ്ഞുകൊണ്ടാ. 10 റിയാലിന്റെ വില അറിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ അള്ളാഹിനോടുള്ള കമ്പം കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാ പള്ളിയിലേക്ക് എത്തുക. നിങ്ങളെ കുറിച്ചല്ലാട്ടാ, ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു ഖുർആൻ അങ്ങനെ പറയുന്നത്. ഏത് നിസ്സാരമെന്ന് നിങ്ങളുടെ വീക്ഷണത്തിൽ നിസ്സാരമെന്ന് തോന്നുന്നതാണെങ്കിലും ഞാൻ ഉദാഹരണം പറയാൻ നീക്കിയില്ല. കാരണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ശരിയാണെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅദത ഫമാ ഫൗഖഹ. ഒരു ചെള്ള് അല്ലെങ്കിൽ കൊതുവിനെ പോലും ഉദാഹരണം പറയേണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, സത്യം പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും ആ ഉദാഹരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വില മനസ്സിലാക്കിയാലോ, റമദാനിന്റെ വില മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാലോ തീർച്ചയായിട്ടും എന്ത് വന്ന് കിട്ടും എന്ന് ആഗ്രഹിക്കും.